ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് 2025 ജൂൺ മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ ജൂൺ മാസത്തിൽ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം തൊഴിൽ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. തൊഴിൽ സംബന്ധമായി അനുകൂലമായ സമയമാണ്. ജോലിയിലെ പുരോഗതിയൊക്കെ മികച്ചതായിരിക്കും. നിങ്ങളുടെ സീനിയർമാരും നിങ്ങളുടെ മേലുദ്യോഗസ്ഥനും ഒക്കെ നിങ്ങളുടെ ശ്രമങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഈ മാസം ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. മേലധികാരികളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ നേടാനും സാധിക്കുന്നതാണ്. ഇൻക്രിമെൻറ്റിനോ സ്ഥാനക്കയറ്റത്തിനോ ഒക്കെ വേണ്ടി നിങ്ങളുടെ മേലധികാരിയെയൊക്കെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് വളരെ അനുകൂലമായ ഒരു സമയമാണ്. നിലവിൽ ജോലി നഷ്ടമായവർക്കും പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഇപ്പോൾ നിലവിൽ തൊഴിലിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുകയോ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയിലിരിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അതിനൊക്കെ ഒരു പരിഹാരമൊക്കെ ഈ മാസം ലഭിക്കുന്നതാണ്. അതുപോലെ വിദേശത്തും തൊഴിലിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ്. ഇനി ബിസിനസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. ഇപ്പോൾ നഷ്ടത്തിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണെങ്കിൽ ആ ബിസിനസ്സിലൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. വിജയ സാധ്യതയൊക്കെ ഉള്ള ഐഡിയകൾ ബിസിനസ്സിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ധാരാളം യാത്രകളും നടത്തേണ്ടതായി വരുന്നതാണ്. ബിസിനസ്സിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധ കൊടുക്കണം. പങ്കാളിയുടെ കാര്യത്തിൽ കാര്യങ്ങളെല്ലാം പരസ്പരം തുറന്നു പറയുകയും പരസ്പരം ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായ ചില സമയങ്ങളിലൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായും വളരെയധികം അനുകൂലമായ സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മികച്ച വരുമാനമൊക്കെ ലഭിക്കുന്നതാണ്. ജോലിയിൽ നിന്നും അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് ബിസിനസ്സിൽ നിന്നും, കൃഷിയൊക്കെ ഉള്ളവരാണ് കൃഷിയിൽ നിന്നും ഒക്കെ മികച്ച ഒരു വരുമാനം നിങ്ങൾക്ക് ഈ ജൂൺ മാസത്തിൽ ലഭിക്കുന്നതാണ്. അതുപോലെ അപ്രതീക്ഷിതമായി ആരെങ്കിലും നിങ്ങൾക്ക് വളരെ കാലമായിട്ട് തരാതെ ഇരുന്ന പണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പുതിയ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ അവരേത് കോഴ്സാണോ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സിൽ തന്നെ അഡ്മിഷനൊക്കെ ലഭിക്കുന്നതാണ്. നല്ല എനർജറ്റിക്കായിട്ടൊക്കെ പഠിക്കാനും സാധിക്കുന്നതാണ്. ഈ സമയത്ത് എന്തെങ്കിലും പരീക്ഷകളൊക്കെ നടക്കുന്നവരാണെങ്കിൽ മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഉയർന്ന കോഴ്സുകൾക്കും ഉപരിപഠനത്തിനും ഒക്കെ വിദേശത്തൊക്കെ പോയി പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ്. അവരുദ്ദേശിക്കുന്ന കോഴ്സുകളിൽ തന്നെ അഡ്മിഷനൊക്കെ ലഭിക്കുന്നതുമാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിൽ പങ്കാളിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കേണ്ടതാണ്. നിങ്ങളുടെ ബന്ധമൊക്കെ ശക്തമാക്കി കൊണ്ടുപോകാൻ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുക. എപ്പോഴും ശാന്തനായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. വളരെ കാലമായിട്ട് വിവാഹമൊക്കെ ആലോചിച്ചിട്ട് വിവാഹമൊക്കെ നടക്കാൻ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ
ഈ സമയത്ത് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പുതിയ സുഹൃത്തുക്കളെയൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ചില ശുഭകാര്യങ്ങളൊക്കെ നടക്കാനും സാധ്യത കാണുന്നുണ്ട്. കലാമേഖലയിലൊക്കെയുള്ള താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്കും വളരെയധികം ഗുണകരമായ സമയം തന്നെയാണ്. അതുപോലെ ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു നീണ്ട യാത്രയെക്കുറിച്ചൊക്കെ ഈ സമയത്ത് ആലോചിക്കുന്നതാണ്. ആ യാത്ര പോകാനും സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ മതപരമായ പ്രവർത്തനങ്ങൾ, യോഗ, ധ്യാനം, മന്ത്രങ്ങൾ എന്നിവയിലൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് താല്പര്യം വർദ്ധിക്കുന്നതാണ്. ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിലവിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഈ സമയത്ത് അതിന് പരിഹാരമൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ മറ്റുള്ളവരൊക്കെ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകുന്നതാണ്. മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെടുന്നത് നിർത്തുകയും നിങ്ങളുടെ ബന്ധം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മാസം സാധിക്കുന്നതുമാണ്. വളരെയധികം സന്തോഷത്തോടെയും ശാന്തതയോടെയും ഒക്കെ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മനസ്സിനെ എപ്പോഴും കൂളാക്കി വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ട് ഉണ്ടാകുന്ന ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ മൂലം ഷുഗർ, പ്രഷർ ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നിലവിൽ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അഗ്നിയായുധം എന്നീ അപകട സാധ്യതയുള്ള എന്നിവയൊക്കെ വെച്ച് അപകട സാധ്യതയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ യാത്രകളിൽ പുറത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജൂൺ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഇപ്പോൾ മോശം ദശയൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ദശാനാഥനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം, എള്ളുതിരി എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ നിങ്ങളുടെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.